നടി, മ്യൂസീഷ്യൻ എന്നീ നിലകളെല്ലാം പ്രശസ്തയാണ് ശ്രുതി ഹാസൻ. സിനിമാ ജീവിതത്തിൽ വൻതോതിലുള്ള കയറ്റവും ഇറക്കവും ശ്രുതി ഹാസന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം. ശ്രുതി ഹാസന്റെ പ്രണയബന്ധങ്ങൾ എപ്പോഴും ചർച്ചയാകാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് ശ്രുതി ഹാസനും കാമുകൻ ശന്തനു ഹസാരികയും ബ്രേക്കപ്പ് ആയത്. എന്താണ് ബ്രേക്കപ്പിന് കാരണമെന്ന് നടി വ്യക്തമാക്കിയിരുന്നില്ല. ബന്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ തനിക്ക് ദുഃഖമില്ലെന്നാണ് ശ്രുതി ഹാസൻ പറയുന്നത്. റിലേഷൻഷിപ്പുകൾ സ്വാധീനിക്കപ്പെടരുതായിരുന്നു എന്ന് തോന്നാറുണ്ട്. വർഷങ്ങളായിട്ടും അതിലൊരു മാറ്റം വന്നില്ലെന്നും ഒരു ബന്ധത്തിലാകുമ്പോൾ പൂർണ്ണമായും അതിലേക്ക് കടക്കും, ഒഴിവാകുമ്പോൾ പൂർണ്ണമായും പുറത്തേക്ക് വരും. മുൻബന്ധങ്ങളിൽ ഖേദമില്ല. നമ്മൾക്ക് എല്ലാവർക്കും അപകടകാരിയായി ഒരു എക്സ് ഉണ്ടാകും. അത് മാറ്റി നിർത്തിയാൽ ഖേദങ്ങളില്ലാതെ ആ അധ്യായം അടയ്ക്കുമെന്നും താരം പറയുന്നുണ്ട്. ഇത് എത്രാമത്തെ ബോയ് ഫ്രണ്ട് ആണെന്ന് ആളുകൾ ചോദിക്കും. അവരെ സംബന്ധിച്ച് അതൊരു നമ്പറാണ്. പക്ഷെ തന്നെ സംബന്ധിച്ച് പ്രണയത്തിൽ തന്റെ പരാജയങ്ങളുടെ എണ്ണമാണത്. അതേസമയം മുൻ കാമുകന്മാരെ കുറ്റപ്പെടുത്തില്ലെന്നും ശ്രുതി ഹാസൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കൊപ്പമുള്ള ആൾക്കൊപ്പം ഒരേ സമയത്ത് മാറുക എന്നത് സാധ്യമല്ലെന്ന് തനിക്ക് തോന്നുന്നെന്നും നടി പറയുന്നുണ്ട്. ഒരു റിലേഷൻ റീവിസിറ്റ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് നേരത്തെ ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കുമെന്നാണ് ശ്രുതി ഹാസൻ നൽകിയ മറുപടി. ലണ്ടനിൽ നിന്നുള്ള നടൻ മെക്കൽ കൊർസേലയുമായുള്ള പ്രണയമാണ് ഇതിനു മുൻപ് ശ്രുതിയുടെ വാർത്താ പ്രാധാന്യം നേടിയ ബന്ധം. 2019 ഇവർ ബ്രേക്കപ്പ് ആയത്. പ്രണയത്തിലാണെന്ന കാര്യം ഇരുവരും മാധ്യമങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നതുമില്ല. ബ്രേക്കപ്പിന് ശേഷം ശ്രുതി ശന്തനു ഹസാരികയുമായി എടുത്തു. ശ്രുതി ഹാസനും നടൻ സിദ്ധാർത്ഥും പ്രണയത്തിലായിരുന്നെന്നും ശ്രുതിയും ധനുഷും പ്രണയത്തിലായിരുന്നെന്നും തുടങ്ങിയ ഗോസിപ്പുകളും താരത്തിനെ കുറിച്ച് വന്നിരുന്നു. എന്നാൽ അത്തരം അഭ്യൂഹങ്ങളോട് ശ്രുതി ഹാസൻ പ്രതികരിച്ചിരുന്നില്ല. ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും ശ്രുതി ഹാസൻ സംസാരിക്കുന്നുണ്ട്. വലിയ ആറ്റിറ്റ്യൂഡ് ഉള്ളയാളായിരുന്നു. അതേക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാൾ വലുതാണ് എന്ന ചിന്തയിൽ നിന്നല്ല അത് വന്നത്. പേടിയിൽ നിന്നും എനിക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ടെന്നുള്ള തോന്നലിൽ നിന്നാണ്. ആത്മവിശ്വാസമുണ്ടെന്ന് പുറമേക്ക് കാണിക്കുകയായിരുന്നു താനെന്നും പിന്നീട് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം വന്നപ്പോഴാണ് താൻ വിനീതയായെന്നും ശ്രുതി ഹാസൻ വ്യക്തമാക്കി. സിനിമകളുടെ തിരക്കിലാണ് ശ്രുതി ഹാസൻ ഇപ്പോൾ. കൂലിയാണ് തമിഴിൽ വരാനിരിക്കുന്ന അടുത്ത സിനിമ. നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.